ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴായിരുന്നു നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ലുലു മോളിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആളിനെ ആരോ അടിച്ചു. സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീസൺ ആറാട്ടണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നോക്കി ചിരിച്ചു. എനിക്കത് എന്നെ കളിയാക്കുന്ന പോലെ തോന്നി. സോ ഞാൻ പോയി ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അങ്ങനെ ആളെന്നെ പുറകെ വന്ന് എസ്കലേറ്ററിലും അങ്ങനെ ഫ്ലോറിൽ നിന്നൊക്കെ അടിക്കുകയാണ് ഉണ്ടായതെന്നാണ് ആറാട്ടണ്ണൻ പറഞ്ഞത്. ആൾ ഒരു അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൈക്കും കാക്കും ഒക്കെ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയി നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ എനിക്കൊന്ന് ആറാട്ടം ഇപ്പൊ കുറെ കുറവാണ്. മറ്റേ ഒരു ഇവിടൊക്കെ വിവാദമായ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ആ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു സാധനം, അവരൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിരി വരും. അതങ്ങനെയാണ്. അതിപ്പോ അവരുടെ ക്യാരക്ടറിന്റെയാണ്. പിന്നെ ഈ ടർബോ ഇറങ്ങിയ സമയത്തൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ ഇവിടെ തന്നെ ഉള്ളതാണ്. നോർമലി അത് അവർ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഉള്ള ക്യാരക്ടർ അവർ പുറത്തു കൊണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ പോർട്രേ ചെയ്തതുകൊണ്ട് പുറത്ത് നമ്മൾ അവരെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും, ചിരി വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിരിച്ചു അങ്ങനെ അടി വാങ്ങി കൂട്ടി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ സൽമാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഓരോ തമാശകളും കാര്യങ്ങളും പറഞ്ഞു ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആറാട്ടണ്ണൻ വന്നിട്ട് എന്നെ കളിയാക്കിയിട്ടാണോ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയല്ല എന്താ ഏതാന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ ചീത്ത വിളിച്ച് തന്തക്ക് വിളിച്ച് ആറാട്ടണ്ണൻ പിടിച്ച് തള്ളി എന്നുള്ളതാണ്. അതിനൊക്കെയുള്ള ധൈര്യം ആറാട്ടണ്ണൻ ഇട്ടു അല്ലെ? ആളിനെ ഇത്രയും ലൈക്ക് ഈ ഒരു ഷോർട്ട് ടൈമില് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രം നമുക്കുള്ളൂ. അല്ലറ ചില്ലറ കോഴിത്തരങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു അറിവല്ലാണ്ട് ഇത്രയൊക്കെ ധൈര്യം ഒരാളെ പോയി നിങ്ങൾ എന്നെ നോക്കി ചിരിച്ച് എന്തിനാണെന്ന് ചോദിച്ച് തന്തക്ക് പോയി മേത്ത് തള്ളാനുള്ള ധൈര്യമൊക്കെ ആറാട്ടണ്ണനുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടീൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവരെ വളരെ അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചു എന്നൊക്കെ സൽമാൻ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. അത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റിട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നുള്ളത്. തെളിവുകളില്ലാണ്ട് എന്തായാലും ഒരു മീഡിയന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. തെളിവുകളില്ലാണ്ടാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൽമാൻ ആൻഡ് ടീം പെടും. അല്ല തെളിവുകളോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആറാട്ടണ്ണൻ ആറാടും, അത് ഉറപ്പാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാണ്ട് കയറി പിടിക്കുക, സഭ്യവർഷം നടത്താന്നൊക്കെ പറഞ്ഞ തെറ്റാണല്ലോ. അതിന്റെ പേരിലാണ് അടി കിട്ടിയെന്നുണ്ടെങ്കിൽ ഡിസേർവിംഗ് ആണ്. നമുക്ക് അറിയില്ല ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇപ്പൊ രണ്ട് സൈഡിലും ആൾക്കാർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്തായാലും കേസിന്റെ രീതിക്ക് പോട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരട്ടെ. കുറെയൊക്കെ നമ്മൾ എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സൽമാൻ എന്ന് പറയുന്ന ആൾ അവർ തമാശ പറഞ്ഞ് ചിരിച്ചതാവാൻ ചാൻസ് ഇല്ല. നോക്കി ചിരിച്ചിട്ടുണ്ട്, അത് വരും, ചിരി വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവരെ കാണുന്ന സമയത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ലിറ്ററലി നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വരും, അവർ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിരി വന്നതായിരിക്കും. അൺകംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പോയി ചോദിച്ച് തള്ളാനും മാത്രമൊക്കെ മാസായ നമ്മുടെ ആറാട്ടണ്ണൻ. ഓ മാൻ, നൈസ്. നോക്കാം എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വെരി സൂൺ വരും എന്ന് വിശ്വസിക്കാം. കേസിന്റെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ടോ എന്താണ് എന്നുള്ള സംഭവം അറിയില്ല. നോക്കാം അല്ലേ.